ഫാബ്രിക് പറയുകയാണെങ്കിൽ ലിനൻ കോട്ടയാണ്. ലിനനും കോട്ടയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ മെറ്റീരിയൽ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. കളർ പാലറ്റ് ചിക്കു ആണ് സാരിയുടെ കളർ വരുന്നത്. ചിക്കുവിൽ മൾട്ടി കളറിൽ ഫ്ലോറൽ ത്രെഡ് എംബ്രോയിഡറി ആണ് സാരിയുടെ ലോവർ ബോർഡർ ആയിട്ട് വരുന്നത്. കൂടാതെ ഒരു സെറി വൺ സ്റ്റൈലുള്ള ബോർഡർ ആണ് സാരിക്ക് അപ്പറും ലോവറും. ഒരു ബനാറസി സ്റ്റൈലുള്ള ബോർഡർ ആയിരിക്കും വരുന്നത്. ഇതാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത്. ഫുൾ സാരിയിലും ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. സാരിയിൽ ഒരു ബേബി പിങ്ക് ആൻഡ് ഒരു ഡാർക്ക് ടോണിലാണ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിലുള്ള പിങ്കിലാണ് സാരിയിൽ മോട്ടീവ്സ് വരുന്നത്. ഫ്ലോറൽ ഡിസൈൻസ് വന്നിട്ട് ലോവർ ഏരിയ വരുമ്പം ഈ ഒരു സ്റ്റൈലിലായിരിക്കും വരുന്നത്. ഇതും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പം മുന്താണി കംപ്ലീറ്റ് വരുന്നുണ്ട്. പ്ലീറ്റ്സ് കഴിഞ്ഞുള്ള പോർഷൻ വരെയായിരിക്കും ഈ ഒരു ലോവർ പോർഷൻ വരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പ്ലീറ്റ്സിന്റെ ഏരിയ വരുമ്പം എല്ലാ സൈഡ്സിനും വരുന്ന പോലെ തന്നെ ആ ഒരു ഹാഫ് പോർഷനിൽ സ്മോൾ ഫ്ലോറൽ മോട്ടീവ്സ് ആണ് പ്ലീറ്റ്സ് വരുന്നത്. അത് കഴിഞ്ഞുള്ള പോർഷൻ കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വർക്ക് ആയിരിക്കും. ഞാൻ ക്ലോസിൽ കാണിക്കാം ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ഇതാണ് ഒരു പാറ്റേൺ വരിക. ഒരു ചെക്ക് വ്യൂ പാറ്റേണിലാണ് സാരി വരുന്നത്. ഒരു ലിനൻ ഫാബ്രിക്കിൽ എപ്പോഴും വരുന്ന ഒരു ടെക്സ്ചർ ഉണ്ടല്ലോ, വൺ ലെയറിൽ കണ്ടോ, ഈ ഒരു ടെക്സ്ചറിലാണ് സാരി വരുന്നത്. ലിനനും സൂപ്പർനെറ്റ് കോട്ടയും കൂടി ബ്ലെൻഡഡ് ആയിട്ടുള്ള നല്ല ഫാബ്രിക് ആട്ടോ സാരി. അതിൽ ഈ ഒരു മോട്ടീവ്സ് ആണ് ലൈറ്റ് ആൻഡ് ഡാർക്ക് കോമ്പിനേഷനിൽ. പിങ്കിലാണ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും. ലീഫ് പാറ്റേൺസ് വരുമ്പം ഗ്രീനിലാണ് വരുന്നത്. ബോർഡർ ലോവർ ബോർഡർ വരുന്നത് ഇതായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക്. സെറി വുമൺ സ്റ്റൈലുള്ള നല്ല സട്ടിലായിട്ട് നിൽക്കുന്ന ഒരു ആന്റീക് ഷെയ്ഡിലുള്ള സെറിയിലായിരിക്കും ആ ഒരു വുമൺ പാറ്റേൺസ് വരുന്നത് സാരിയിൽ. രണ്ട് സൈഡും നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പം അപ്പർ പോർഷൻ വരുന്നതും അതേ ബനാറസി സ്റ്റൈലിൽ തന്നെ വന്നിട്ട് ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക. മുന്താണി ഇതാണ് സാരിയുടെ പല്ലു. ഷോർട്ട് മുന്താണിയാണ് വരുന്നത് സാരിക്ക്. ബ്ലൗസ് റണ്ണിങ് ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെ ആയിരിക്കും സാരിയുടെ ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ സോഫ്റ്റ് പേസ്റ്റൽ പിങ്ക് ആണ് സാരിയുടെ ടോൺ വരുന്നത്. അതിലും സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ ഡിസൈൻസ് തന്നെയായിരിക്കും. മൾട്ടി കളറിൽ ലോവർ ഏരിയ കംപ്ലീറ്റ് വന്നിട്ട് ബോഡി ഫുൾ ആ ഒരു ഫ്ലോറൽ മോട്ടീവ്സിലായിരിക്കും വരിക. സെറി വുമൺ സ്റ്റൈലുള്ള ബോർഡർ, റണ്ണിങ് പല്ലു. ബ്ലൗസ് വരുന്ന എല്ലാ സാരീസിനും പ്ലെയിൻ വന്നിട്ട് വിത്ത് ബോർഡർ ആണ്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണി ഐറ്റം ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും ഒരു വർക്ക് വെയർ ആയിട്ടും എല്ലാം നമുക്ക് യൂസ് ചെയ്യാവുന്ന സാരീസ് ആണ്. നെക്സ്റ്റ് കളർ നല്ലൊരു സേജ് ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം ടോണിൽ തന്നെ അതേ പാറ്റേൺ തന്നെ ആയിരിക്കും. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്, ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ റോസ് ഗോൾഡ് ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈൽ അതേ പാറ്റേൺ തന്നെ മൾട്ടി കളറിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വിത്ത് റണ്ണിങ് പല്ലു. നെക്സ്റ്റ് കളർ പാലറ്റ് പറയുകയാണെങ്കിൽ പിസ്ത ഗ്രീൻ, പേസ്റ്റൽ ഗ്രീൻ ആണ് സാരിയുടെ ടോൺ വരുന്നത്. സെയിം അതേ പാറ്റേൺ തന്നെയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വിത്ത് റണ്ണിങ് പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ പൗഡർ ബ്ലൂ, ഒരു സീ ബ്ലൂ ആൻഡ് പൗഡർ ബ്ലൂ ബ്ലെൻഡഡ് ആണ് സാരിയുടെ. നല്ലൊരു പേസ്റ്റൽ ബ്ലൂയിലാണ് സാരി വരുന്നത്. സെയിം സ്റ്റൈൽ മൾട്ടി കളർ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ഡബിൾ സൈഡ് ബോർഡർ ആൻഡ് പല്ലു. ഫാബ്രിക് സെയിം തന്നെയാണ് വരുന്നത്. കളർ പാലറ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ചിക്കു ആണ്, ലൈറ്റ് ബേജ് ബ്ലെൻഡഡ് ചിക്കു ആണ് സാരിയുടെ ഷെയ്ഡ്. ഇതിൽ ആ ഒരു ത്രെഡ് എംബ്രോയിഡറിയുടെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഞാൻ ക്ലോസറിലേക്ക് കാണിക്കാം കേട്ടോ. ഇതിൽ വരുന്നത് ഒരു പേസ്റ്റൽ യെല്ലോ വിത്ത് ബേജിലാണ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. അതിന് തന്നെ മിനിയേച്ചർ മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഒരു ചെക്ക് വ്യൂ പാറ്റേൺ ആണ് എല്ലാ സാരീസിനും ബോഡി വരുന്നത്. ചെക്ക് വീവിലാണ്. യെല്ലോ വിത്ത് ഒരു ഓഫ് ക്രീമിലാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോർഡർ നല്ല പാറ്റേണിലാണ് ആ ഒരു വർക്ക് വരുന്നത്. സിംഗിൾ ലെയറിൽ ഇതായിരിക്കും സാരിയുടെ ആ ഒരു ടെക്സ്ചറും ഫീലും ഇങ്ങനെ വരിക കേട്ടോ. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് സ്കാലപ്പിലായിരിക്കും. പല്ലു ഒരു ഷോർട്ട് പല്ലു ആണ് സാരിക്ക് വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. അപ്പർ പോർഷൻ ബോർഡർ ഇല്ല, ലോവറിൽ വരുമ്പോഴായിരിക്കും ഈ ഒരു വർക്ക് വരുന്നത്. നമ്മൾ പ്ലീറ്റ്സ് എടുത്തെല്ലാം ഡ്രേപ്പ് ചെയ്യുകയാണെങ്കിലും ഈ ഒരു പാറ്റേണിലായിരിക്കും സാരി വരുന്നത്. മുന്താണി വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ ബേബി പിങ്ക്, പേസ്റ്റൽ ബേബി പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ്. അതേ സ്റ്റൈലിൽ തന്നെയാണ് ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക്. സിമ്പിൾ ബോർഡർ ആണ് ലോവർ ഏരിയയിൽ വരുന്നത്. അപ്പർ പോർഷനിൽ ബോർഡർ ഇല്ല. സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു റണ്ണിങ് പല്ലു വിത്ത് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ സോഫ്റ്റ് പേസ്റ്റൽ ഗ്രീൻ ആണ്. പിസ്ത ഗ്രീനിന്റെ തന്നെ ലൈറ്റ് ടോൺ ആണ് സാരി വരുന്നത്. അതേ സ്റ്റൈലിൽ തന്നെ ഫ്ലോറൽ മോട്ടീവ്സ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നുണ്ട്. ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേണിലായിരിക്കും ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് വിത്ത് റണ്ണിങ് പല്ലു. സെയിം വർക്ക് തന്നെ അതേ ആ ഒരു മെഷ് പാറ്റേണിലുള്ള ആ ഒരു എംബ്രോയിഡറി വർക്കും ഫ്ലോറൽ ഡിസൈൻസിലും തന്നെയായിരിക്കും ലോവർ ബോർഡർ വരുന്നത്. ഇതിന്റെ കളർ പാലറ്റ് പറയുകയാണെങ്കിൽ റോസ് ഗോൾഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ മോട്ടീവ്സ് വിത്ത് പല്ലു ആൻഡ് ബ്ലൗസ്. അടുത്ത കളർ ലൈറ്റ് ചിക്കു ടോൺ ആണ്. ഒരു ബേജ് ബ്ലെൻഡഡ് ചിക്കു തന്നെയാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും സെയിം സ്റ്റൈൽ തന്നെ അതേ പാറ്റേണിൽ തന്നെയാണ് വർക്ക് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് സാരിയുടെ ഫുൾ വരുന്നുണ്ട്. റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. അടുത്ത സാരി പേസ്റ്റൽ പിങ്ക് ആണ്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ലൊരു ബേബി പിങ്ക് ആണ് സാരിയുടെ കളർ വരുന്നത്. ഇതിൽ ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഇതിൽ വരുമ്പോൾ ക്രോസ് സ്റ്റിച്ച് പാറ്റേണിലാണ് ലോവർ ബോർഡറിൽ ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഈ ഒരു സ്റ്റൈലിലായിരിക്കും. ഫുള്ളി ഒരു പാറ്റേണിന്റെ വർക്ക് വന്നിട്ട് ആ ഒരു സെറി വുമൺ സ്റ്റൈൽ ബനാറസി സ്റ്റൈലുള്ള ബോർഡറാണ് സാരി വരുന്നത്.
മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ബോഡിയിൽ. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ തന്നെ മോട്ടീവ്സ് ആയിരിക്കും എൻ്റെ ബോഡിയിലും വരുന്നത്. ഇതും പ്ലീറ്റ്സിന്റെ പോർഷൻ വരുമ്പോൾ ഒരു ഹാഫ് പോർഷനിൽ ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിന്റെ മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. വർക്ക് അത് കഴിഞ്ഞായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ലോവർ ഏരിയയിൽ. ഇതായിരിക്കും ഫുൾ മുന്താണി കംപ്ലീറ്റ് ഈ ഒരു വർക്ക് വരുന്നുണ്ട്. സിമ്പിൾ പല്ലുവാണ് സാരിക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ തന്നെ, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് വരും. അടുത്ത കളർ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ബോഡി. സെയിം സ്റ്റൈലിൽ തന്നെ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കിലായിരിക്കും ലോവർ ബോർഡർ കംപ്ലീറ്റ് വരിക, ഡബിൾ സൈഡ് ബോർഡർ വിത്ത് പല്ലു. നെക്സ്റ്റ് കളർ പേസ്റ്റൽ പിസ്ത ഗ്രീൻ സാരിയുടെ ടോൺ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ കേട്ടോ, അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും ഫ്ലോറൽ ഡിസൈൻസ്, റണ്ണിങ് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നല്ല ബ്യൂട്ടിഫുൾ സാരീസ് ആയിരുന്നു ഇന്ന് വന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ, വാല്യൂ ഫോർ മണി നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്ന സാരീസ് തന്നെയായിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഡ്രീപ്പ് ചെയ്യാവുന്ന ഫാബ്രിക് ആണ്. നല്ല പാറ്റേണിലായിരിക്കും ആ ഒരു എംബ്രോയിഡറി വർക്ക് ഡിഫറെന്റ് പാറ്റേണിൽ വന്നിരുന്നു. ആ ഒരു ബനാറസി സ്റ്റൈലുള്ള ബോർഡർ വന്നിട്ട് ഷോർട്ട് പല്ലു വരുന്ന എല്ലാ സാരീസിലും വന്നത് വിത്ത് പ്ലെയിൻ ബ്ലൗസ്. ഇത് ലാസ്റ്റ് സാരിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ടോൺ. പേസ്റ്റൽ പീച്ചിലും സെയിം സ്റ്റൈൽ അതേ പാറ്റേണിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്ക് തന്നെ ആയിരിക്കും. ലോവർ ആയിട്ട് വരിക, ഡബിൾ സൈഡ് ബനാറസി ബോർഡർ, ഷോർട്ട് മുന്താണി, പ്ലെയിൻ ബ്ലൗസ്.